പാലക്കാട് എടത്തനാട്ടുകരയിൽ ഇന്നലെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളി ഉമ്മർ വാൽപ്പറമ്പിന്റെ സംസ്കാരം ഇന്ന്. ഉമ്മറിനെ കാട്ടാന എടുത്തെറിഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെയാണ് ഉമ്മർ വാലിപ്പറമ്പൻ എന്ന 55-കാരനെ എടത്തനാട്ടുകര ഉപ്പുകുളം എന്ന് പറയുന്ന പ്രദേശത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന നിലയിൽ അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ റബ്ബർ ടാപ്പിങ്ങിനായിട്ടായിരുന്നു ഉമ്മർ അങ്ങോട്ട് പോയത്, ഈ പ്രദേശത്തേക്ക് പോയത്. എന്തായാലും ഉമ്മറിൻ്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. എന്തായാലും നമ്മോടൊപ്പം അവിടുത്തെ പഞ്ചായത്ത് അംഗം ബഷീർ കൂടി ചേരുന്നുണ്ട്. സ്ഥിരമായി കാട്ടാൻ ഇറങ്ങുന്നൊരു മേഖല തന്നെയല്ലേ ഇത്? അതെ, സ്ഥിരമായിട്ട് കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. വന്യജീവിയുടെ ശല്യം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന കർഷകർ പ്രയാസപ്പെടുന്നത് അതുകൊണ്ടാണ്. അവിടെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് 10-40 വീടുകളും ഒരു ചർച്ചൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ കാട്ടാനയുടെ ശല്യവും മറ്റ് വന്യജീവിയുടെ ശല്യം കാരണം ആളുകൾ ആ വീടുകളൊക്കെ ഉപേക്ഷിച്ച് താഴത്ത് വാടകയ്ക്കും അതുപോലെ താഴത്ത് പൊൻപാറ എന്ന പ്രദേശത്തേക്ക് കുടിയേറിയിരിക്കുകയാണ് അവരിപ്പോൾ. സമയത്ത് ആന അവിടെ പ്രദേശത്തുണ്ടായിരുന്നു അല്ലേ? ആന ഉണ്ടായിരുന്നു. കൊണ്ട് പോയ ആളുകൾ അതാണ് പറഞ്ഞത്. ഞങ്ങൾ പോയത് തന്നെ, ഞങ്ങളാണ് ഫസ്റ്റ് ഇതായത് കണ്ടത്. ഞാനും ഇവനും ഞങ്ങൾ 3 ആളെ പോയത് തിരഞ്ഞ് കാണാനായിട്ട്. ഫാദർ എത്തിയിട്ടില്ലാന്ന് മക്കൾ വിളിച്ചപ്പോൾ നമ്മൾ പോയി അന്വേഷിച്ച കൂട്ടുകാരനും ഞാനും കൂടി അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് സംഭവം ഞങ്ങൾ അറിയണം. അങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ സാധാരണ 2 മണിക്ക് ശേഷം മൂപ്പര് ഇറങ്ങി വരലുണ്ട്. മക്കൾ വിളിച്ചാലേ ഫോൺ എടുക്കുന്നത്, റിങ് ചെയ്യുന്നുണ്ട്, ഫോണ് തിരിച്ച് വിളിക്കണില്ല. മഴയായിരുന്നു, അപ്പോൾ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങൾ വണ്ടി ജീപ്പായിട്ട് കയറി ചെന്നു. ഇവിടുത്തെ വനം വകുപ്പ് അതുവരെ അവിടെ എത്തിയില്ല. ഇവിടുന്ന് റേഞ്ചറും ടീമും വന്നിട്ടാണ് അവിടെ ഫോറസ്റ്റുകാരന് വന്നത്. അതുവരെ അവിടുത്തെ വനം വകുപ്പ് ഒരു പടക്കം കൊണ്ടും കൂടി വന്നില്ല. കർഷകരായ മനുഷ്യരാണ് ആ പ്രദേശത്തുള്ളത്, ജനവാസ മേഖലയാണ്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു വനംവകുപ്പിനെതിരായ ഒരു പ്രതിഷേധം മണ്ണാർക്കാട് സംഘടിപ്പിച്ചിട്ടുണ്ട്. മൃതദേഹം 10 മണിയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അവിടെ നാട്ടിൽ തന്നെയാണ് സംസ്കാരം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവിടെ കൊണ്ടുപോകും. എന്തായാലും വലിയ പ്രതിഷേധമുണ്ട്. അടിയന്തരമായ ധനസഹായം വനംവകുപ്പ് ഉടൻ തന്നെ വിതരണം ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ ധനസഹായം കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതിനപ്പുറത്തേക്ക് മനുഷ്യജീവനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഉയർന്ന ആക്ഷേപം പോലെ വനംവകുപ്പിനെതിരെ വീണ്ടും ആക്ഷേപം നാട്ടുകാർ ഉയർത്തുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നുവെന്ന ആക്ഷേപം പത്തനംതിട്ടയിൽ ജനീഷ് കുമാർ ഉയർത്തിയതുപോലെ തന്നെ സമാനമായ രീതിയിൽ വനംവകുപ്പിനെതിരായ ആക്ഷേപം ഇവിടുത്തെ എടത്തനാട്ടുകരയിലെ നാട്ടുകാരും ഉയർത്തുന്നുണ്ട്. രാജീവ് സുധീനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.